ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറയാൻ ശ്രമിക്കുന്നത്, എനിക്ക് അദ്ദേഹത്തോട് രണ്ടു മൂന്ന് ചോദ്യമുണ്ട്. ഒന്ന്, ശ്രീ ആന്റോ ആന്റണി നടത്തിയ പ്രസ്താവന, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ഇതിന്റെ സംഭവം ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കൂ. എന്താ സംഭവിച്ചത്? പത്തനംതിട്ട പത്രസമ്മേളനത്തിൽ, പ്രസ് ക്ലബിലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ആദ്യം പറയുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. രണ്ട്, തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണ് അന്ന് 48 ജവാന്മാരുടെ ജീവൻ ബലി കൊടുത്തത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. അതോടൊപ്പം അദ്ദേഹം ചേർത്ത് പറയുന്നു, അതുകൊണ്ട് പാകിസ്ഥാന് ഇതിൽ എന്താണ് പങ്ക്? അവിടെ പാകിസ്ഥാനെ വെള്ളപൂശിയാണ് ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ആ സ്റ്റേറ്റ്മെന്റിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അന്ന് ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കും ഇക്കാര്യം പറഞ്ഞതാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ട് അതിനെ ന്യായീകരിക്കുന്നതിന്, സാധൂകരണം കൊടുക്കുന്നതിന് വേണ്ടി സത്യപാൽ മാലിക് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ശ്രീ ആന്റോ ആന്റണി പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞങ്ങൾ പ്രശ്നമായിട്ട് ഉയർത്തുന്നത്. 15 വർഷമായി MP ആയിരുന്ന ഒരു ആന്റോ ആന്റണിക്ക് ഈ വിഷയം ഉണ്ടാകുമ്പോഴും അതിനുശേഷവും പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഒരാള്, ഈ വിഷയം തലങ്ങും വിലങ്ങും പാർലമെന്റിനകത്തും പുറത്തും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണല്ലോ. എനിക്ക് മുമ്പ് ഈ കാര്യം വളരെ വിശദമായി നമ്മുടെ പാനലിൽ പങ്കെടുക്കുന്ന ഒരാൾ വളരെ വിശദമായി ചില കാര്യങ്ങൾ, വളരെ വിശദമായി മറ്റു സാങ്കേതിക കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. വളരെ കൃത്യമാണ്. അതിന്റെ അടിസ്ഥാനത്തില് ഇദ്ദേഹത്തിന് ഏത് വിവരങ്ങളാണ് ഈ പുൽവാമ ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ഭീകരാക്രമണത്തെ സംബന്ധിച്ചുള്ള ഏത് വിവരമാണ് ഈ MP ക്ക് ലഭ്യമാകാതിരുന്നിട്ടുള്ളത്? അദ്ദേഹം 15 കൊല്ലമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ആൾ ഇപ്പോഴും MP ആയിട്ടിരിക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തലങ്ങും വിലങ്ങും ചർച്ച നടത്തിയത്, പാർലമെന്റിനകത്തും പുറത്തും ചർച്ച നടന്നത്, അന്താരാഷ്ട്ര ലെവലിൽ ചർച്ച ചെയ്ത വിഷയം, പാകിസ്ഥാൻ പാർലമെന്റിൽ ചർച്ച ചെയ്ത വിഷയം, ഇവിടെയൊക്കെ കൺക്ലൂഷനിലെത്തിയത് പാകിസ്ഥാൻ ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് പറയുമ്പോൾ എന്റെക്ക് സുഹൃത്തിനോട് ചോദിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ഇപ്പോഴും പാകിസ്ഥാനെ വെള്ളപൂച്ചുന്നതിന് വേണ്ടി ശ്രീ ആന്റോ ആന്റണി നടത്തിയ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കോൺഗ്രസ് പാർട്ടി? രണ്ട്, ജെയ്ഷെ മുഹമ്മദിനെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിനെ വെള്ളപൂശി. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് ഇന്ത്യയിൽ തന്നെ ആസൂത്രിതമായി ചെയ്തതാണെന്ന് പറയുമ്പോൾ, ഇത് ഞങ്ങളാണെന്ന് ചെയ്തതെന്ന് പറഞ്ഞ് ജെയ്ഷെ മുഹമ്മദ് പറയുന്ന ഭീകര സംഘടനയെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ, സാധൂകരിക്കുന്നുണ്ടോ? മൂന്നാമത് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അദ്ദേഹത്തിന്റെ ഒരു നേതാവിനെ പറ്റിയിട്ട് പറഞ്ഞു, അഴിമതി സംബന്ധിച്ച് പറഞ്ഞു AK ആന്റണിയെ പറ്റിയിട്ട് ഞങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച കാര്യം പറഞ്ഞു. ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് താങ്കൾ ഇപ്പോഴും കരുതുന്നുണ്ടോ? താങ്കൾ പറഞ്ഞു വെച്ചത് ആരോപണങ്ങൾ ശരിയാണെന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, കേരളത്തിന്റെ പൊളിറ്റിക്സിൽ വലിയ പ്രാധാന്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. താങ്കൾ ആ ചർച്ചയാണെങ്കിൽ അതിന്റെ ബാക്കി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ താങ്കൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ശ്രീ AK ആന്റണി അഴിമതിക്കാരനാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് താങ്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഞങ്ങൾ കൃത്യമായി കാലാകാലങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശ്രീ AK ആന്റണി അല്ല BJP വന്നത്, അദ്ദേഹത്തിന്റെ മകനാണ്. നിങ്ങൾ പറയുന്നത് ടൊയോട്ടക്കാരനെ പറ്റിയിട്ടും എന്താ പറയാ, പഴയ പ്രീമിയർ ആണ് അല്ലെങ്കിൽ ഇംബാലയാണ് BJP വന്നത്, നിങ്ങളുടെ ടൊയോട്ടയും ബെൻസും ഒക്കെ ഉണ്ടത്, ഇതൊക്കെ ഒന്ന് റോഡിലൂടെയൊക്കെ ഓടിച്ച് കാണിച്ചാൽ മതി. സുഹൃത്തെ, രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ പറ്റി കൃത്യമായ ഒരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വില കുറച്ച് നിങ്ങളുടെ ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ സഹകരിച്ച പ്രവർത്തകരെ നിങ്ങൾക്ക് തള്ളി പറയാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കരുണാകരന്റെ മകൾ BJP വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ മറന്നുപോലെ, അവരുടെ പ്രതിത്വത്തെ വരെ നിങ്ങൾ ചോദ്യം ചെയ്തവരാ. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ വില കുറഞ്ഞ് ഈ രാജ്യത്ത് 10-65 വർഷം ഭരിച്ച പാർട്ടിയല്ലേ നിങ്ങൾക്ക്? ഒരു ചാനൽ ചർച്ചയെ വന്ന് നിങ്ങളുടെ കൂടെ ഇന്നലെ വരെ ഇടതും വലതു വരുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരെയും നിങ്ങളുടെ നേതാക്കളെയും, ജീവിച്ചിരിക്കുന്ന AK ആന്റണി ഉൾപ്പെടെ, നിങ്ങൾ ഇങ്ങനെ ഒരു സംശയത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ചാനൽ ചർച്ചയിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ അതിനെപ്പറ്റി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി ഞാൻ രണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. നിങ്ങൾ പാകിസ്ഥാനെ ന്യായീകരിച്ച ആന്റോ ആന്റണിയുടെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടന അല്ല, ഇത് ഇന്ത്യയിൽ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണ് എന്നുള്ള ശ്രീ ആന്റോ ആന്റണിയുടെ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഗവർണറുടെ മെമ്പർഷിപ്പിനെ പറ്റി പറഞ്ഞു. ഗവർണറുടെ മെമ്പർഷിപ്പ് അല്ല, നിങ്ങൾ 5 രൂപ മെമ്പർഷിപ്പ് ഒക്കെ പറയുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് BJPയുടെ സംഘടനാ സംവിധാനത്തെ പറ്റി അറിയാത്തത് കൊണ്ടാവാം. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വളരെ കൃത്യമായും ആ ഗവർണറെ പറ്റി പാർട്ടി നിലപാടെടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഈ നിലപാട് എടുത്തു അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. കാശ്മീരിലെ മുൻ ഗവർണർ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണറായിരുന്നപ്പോ പറയാൻ സാധിക്കാത്ത അല്ലെ പറയാത്ത കാര്യം അവിടുന്ന് വന്നതിന് ശേഷം നാളുകൾക്ക് ശേഷം പറഞ്ഞ സാഹചര്യം, ഇതൊക്കെ ഇന്ത്യയിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്.